തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്താൻ ചുള്ളിക്കാടിനെ ക്ഷണിച്ചിട്ട് യാത്രാ ചെലവ് പോലും നൽകിയില്ല എന്നതായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ചൊടിപ്പിച്ചത്. എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വന്നുപോയതിനും കാത്തുനിന്നതിനുമായി ടാക്സി ചാർജ് 3500 രൂപയായി. സംഘാടകർ നൽകിയതാകട്ടെ 2400 രൂപയും. സീരിയലിൽ അഭിനയിച്ച് കിട്ടിയ പണം കൊണ്ടാണ് താൻ ടാക്സിക്കാരന് പണം നൽകിയതെന്നായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറഞ്ഞത്. അത് സുഹൃത്തും പ്രസാധകനുമായ CICC ജയചന്ദ്രനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. എഴുത്തുകാരനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ കവർ കൊടുക്കുന്നത്. മാലിനെ ഇപ്പം എല്ലാവരും സീരിയൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കവി അല്ലാണ്ടായി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ അയാളിന്ന് പറയുന്നത് 1100 രൂപ ഞാൻ സീരിയൽ അഭിനയിച്ച് കിട്ടിയ കാശാണ് ഞാൻ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അതേസമയം വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ രംഗത്തെത്തി. ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടത്തുന്നതെന്നും ചുള്ളിക്കാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. അത് ശരിയായിരുന്നില്ല. അതിനു മുമ്പ് സെക്രട്ടറിയോ എന്നെയോ ഓഫീസിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ. അത് സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ചുള്ളിക്കാടിന്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, സാഹിത്യ അക്കാദമി പോലുള്ള സംവിധാനം പരിപാടി സംഘടിപ്പിക്കുമ്പോഴെങ്കിലും സാഹിത്യകാരന്മാർക്ക് മാന്യമായ വേതനം ഉറപ്പാക്കണമെന്നുമാണ് സുഹൃത്തുക്കളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചതോടെ വിഷയം അവസാനിച്ചുവെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി താൻ സംസാരിച്ചിരുന്ന പ്രശ്നം പണമല്ലെന്നും സാഹിത്യകാരന്മാർക്ക് മറ്റ് കലാകാരന്മാർക്ക് ലഭിക്കുന്നത് പോലെ പരിഗണന ലഭിക്കുന്നില്ല എന്നതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സച്ചിദാനന്ദൻ മാഷ് ആദ്യം വളരെ ക്ലിയറായി പറഞ്ഞു, ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിൽ ഖേദം പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ ആ പ്രശ്നം അവസാനിച്ചു. എന്നാൽ ജനറലായിട്ടുള്ള ഒരു വിഷയമാണ് അത് ഉന്നയിച്ചത്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. അത് പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും സർക്കാർ തലത്തിൽ കൂടിയാണ്. അത് ഞങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും.